കോഴിക്കോട് അധ്യാപികമാർ പ്രതികളായ MDMA കേസിൽ പ്രതികളുടെ വിദേശ ബന്ധങ്ങൾ പരിശോധിക്കാൻ SIT MDMA മൊത്ത വിതരണക്കാരനായ വയനാട് സ്വദേശിയായ യുവാവിനായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ലഹരിയുടെ മുഖ്യ വിതരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനോട് പങ്കുവയ്ക്കാൻ അറസ്റ്റിലായ കാവ്യ, കീർത്തന, നീഷ്മ എന്നീ അധ്യാപകർ തയ്യാറായിട്ടില്ല. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഈ കോഴിക്കോട് എന്തൊക്കെയായി സംഭവിക്കുന്നത്? എന്തായാലും വല്ലാത്തൊരു ആശങ്കയാണ് ഉടലെടുത്തിരിക്കുന്നത്. 3 അധ്യാപികമാർ ഇതുവരെയും ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. അതിന് പിന്നിലെ ലക്ഷ്യം വ്യക്തമാണ്, കൃത്യമാണ്. അവർക്ക് ആരൊക്കെയോ സംരക്ഷിക്കാനുള്ളൊരു നീക്കം അടിയറയിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഈ 3 പേർ വളരെ 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 ചെറിയ കണ്ണികളാണെന്നല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട. വലിയ കണ്ണികൾ അപ്പുറത്തെ ഭാഗത്തുണ്ട്. എന്താണ് അനഘ കോഴിക്കോട് സംഭവിക്കുന്നത്? അശ്വതി, ആര്യ, ഏറെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോഴിക്കോടിനെ സംബന്ധിച്ച് നടക്കുന്നത്. ഒരു MDMA കേസിൽ ഒരു വലിയ MDMA മാഫിയയുടെ കണ്ണികളായി പ്രവർത്തിച്ചിരിക്കുന്നത് അധ്യാപകരാണ്. സ്കൂളുകളിൽ കുട്ടികൾക്ക് അധ്യാക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട, അറിവ് പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപകരാണ് ഈ MDMA കേസിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു നിസാരമായിട്ടുള്ള കേസല്ല. അധ്യാപകർ വഴി കുട്ടികളിലേക്ക് എത്തിപ്പെടാനായിരുന്നു ഈ ലഹരി മാഫിയ ശ്രമിച്ചിരുന്നത്. അതിനിടയിലാണ് ഈ 3 അധ്യാപകമാരും പിടിക്കപ്പെടുന്നത്. ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഈ 3 അധ്യാപികമാരും ആദ്യഘട്ടത്തിൽ വയനാട് സ്വദേശിയായിട്ടുള്ള ഷിൻഡോ ഷിബു എന്ന് പറയുന്ന ഈ വ്യക്തിയെ പരിചയപ്പെടുന്നത് ലഹരി ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്നുള്ളതാണ് ഇവരുടെ വാട്സപ്പ് ചാറ്റ് വഴി അന്വേഷണ സംഘം മനസ്സിലാക്കിയിരിക്കുന്നത്. ഷിൻഡോ ഷിബു എന്ന് പറയുന്ന ആളാണ് ഈ ലഹരി മാഫിയയുടെ ഏറ്റവും ഉന്നത കണ്ണി എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത്. അതായത് ഈ 3 അധ്യാപകമാർക്ക് ഉൾപ്പെടെ 5 പേരാണ് ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇവർക്കൊക്കെ തന്നെ ലഹരി എത്തിച്ചു നൽകിയത് ഈ വയനാട് സ്വദേശിയായിട്ടുള്ള ഷിൻഡോ ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലേക്ക് ഈ അത്രയധികം മൊത്ത ലഹരി വിൽപ്പനക്കാരനാണ്, MDMA പോലുള്ള രാസലഹരി വിൽക്കുന്ന ആളാണ് ഈ ഷിൻഡോ ഷിബു എന്ന് പറയുന്നത്. ഈ ഷിൻഡോ ഷിബു ഈ കേസിൽ ഈ അധ്യാപകർ പിടിക്കപ്പെട്ട ഉടൻ തന്നെ അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഈ സംസ്ഥാനം വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് SITക്ക് ലഭിക്കുന്ന സൂചന. പക്ഷേ ഏത് വിധത്തിലും ഈ ഷിൻഡോ തോമസിനെ ഈ അഴിക്കൊള്ളിലാക്കിയാൽ മാത്രമേ ഈ കേസ് മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതായത് ഷിൻഡോ തോമസ് എവിടെ നിന്നാണ് ഷിൻഡോ തോമസിന് ഈ ലഹരി വസ്തുക്കൾ ലഭിക്കുന്നത്? ഷിൻഡോ തോമസിന് മുകളിലുള്ള കണ്ണിയാര്? ഷിൻഡോ തോമസിന് അല്ലെങ്കിൽ ഈ വയനാട് സ്വദേശിക്ക് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ആരൊക്കെയാണ് കണ്ണികളുള്ളത് എന്നുള്ള വലിയ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ അത് ഷിൻഡോ തോമസിന്റെ അറസ്റ്റിലേക്ക് കടക്കണം. അതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. മറ്റൊന്ന്, ഈ അറസ്റ്റിലായിട്ടുള്ള കാവ്യ, അതുപോലെ കീർത്തന തുടങ്ങിയിട്ടുള്ള ഈ അധ്യാപകരൊക്കെ വിദേശ യാത്ര നടത്തിയിട്ടുണ്ട്. ഒരു വർഷത്തിനിടെ 2 തവണ ഇവർ വിദേശത്ത് പോയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ പോക്ക് എന്തിനായിരുന്നു? ആ സമയത്ത് മറ്റെന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഈ ലഹരി MDMA കേസിന് അന്താരാഷ്ട്ര ബന്ധമുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ SIT പ്രധാനമായും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഏറ്റവും നിർണായകമായിരിക്കും ഈ വയനാട് സ്വദേശിയായിട്ടുള്ള ഷിൻഡോ തോമസിന്റെ അറസ്റ്റ്. അതിനായിട്ടുള്ള ഷിൻഡോ തോമസിനെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അശ്വതി, ആര്യ. ശരി അനഘ.